അപ്പോൾ നമ്മൾ ഇതിൻ്റെ കപ്പാസിറ്ററാണ് ഇത്. ഈ കപ്പാസിറ്റർ മഞ്ഞ കളറാണ്, ചിലത് പച്ച ഉണ്ടാവും, ലൈറ്റ് പച്ച, ചിലത് കറുപ്പ്, അധികം ബ്ലാക്കാണ് വരുന്നത്. ഇതിൻ്റെത് കമ്പനി കപ്പാസിറ്ററാണ്, ഈ ഫാനിൻ്റെ കമ്പനിയുടെ കപ്പാസിറ്ററാണ് ഇതുള്ളത്. ഇതിന് കംപ്ലൈൻറ്റ് ഉണ്ടോ ഇല്ല എന്നാണ് നമ്മളിനി ആദ്യം പരിശോധിക്കേണ്ടത്. അതിനാദ്യം ചെയ്യേണ്ടത്, ആദ്യം ഇത് ഇവിടെ നിന്ന് വേറെടുക്കണം. ഇതിൽ നിന്ന് കണക്ഷൻ ഒഴിവാക്കണം. ഒഴിവാക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ഇതുപോലെ ചെയ്യുക. ഇത് ചെറിയൊരു പ്രസ്സിങ് ആണ്. ആ പ്രസ്സിങ് ഒരു പ്ലെയർ എടുത്തിട്ട് നേരെ തിരിച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അതുകൊണ്ട് ഊരിയെടുക്കാൻ പറ്റും. അതിങ്ങനെ വലിച്ചൂരലാണ്. അപ്പം ഇത് വലിച്ചൂരിയാൽ ഇത് കിട്ടും. ഇതിൻ്റെ പരിപാടി ഇതാണ്. അതുപോലെ തന്നെ നമ്മളെടുക്കാൻ പോവാണ്. എടുത്തു. ഇത് രണ്ടും നമ്മൾ വേർപ്പെടുത്തി. ഇതിൻ്റെ കപ്പാസിറ്റർ കഴിച്ചെടുത്തതിന് ശേഷം ആദ്യം ഇത് പ്ലഗിലിട്ട് ആദ്യം ടെസ്റ്റ് ചെയ്യണം. ഇത് വർക്ക് ചെയ്യുമല്ലേ എന്ന് ഉള്ളതാണ് നോക്കേണ്ടത്. പ്ലഗിൽ വെച്ച് ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. ഇത് കുറച്ച് പവർ കുറവാണ്. പ്ലഗ് കുറച്ച് അകലായതുകൊണ്ട് പ്ലഗ് ചെയ്യുന്നത് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. ഏതായാലും ഇത് കുറച്ച് പവർ കുറവാണ്. ഇനി നമ്മൾ പുതിയ കപ്പാസിറ്റർ ഇതാണ്. ഇതിന്മേലുള്ള നമ്പർ നോക്കിയാൽ ഇതിൻ്റെ നമ്പർ 150 അവസാനത്ത്. ഇപ്പം ഇനി വെക്കാൻ പോകുന്നത് 185. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മളിത് നോക്കാം. 185 വെച്ചിട്ട് ഇതിൻ്റെ സ്ഥിതി എന്താണെന്ന് ആദ്യം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഓക്കെ.